ഹായ്, എൻ്റെ പേര് റിജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂൺ 28 ജൂൺ 29 രണ്ട് ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിന് മുമ്പ് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ആ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കാണാവുന്നതാണ്. നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജൂൺ 28 ജൂൺ 29 കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ പഞ്ചായത്ത് രാജ് ഡിപ്പാർട്ട്മെന്റിന് റീസെന്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പഞ്ചായത്ത് പുരസ്കാർ 2020 ലഭിച്ചു. അപ്പൊ ഏത് സ്റ്റേറ്റിലെ പഞ്ചായത്ത് രാജ് ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? അപ്പൊ ഈ ഒരു അവാർഡ് ലഭിച്ചത് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ പഞ്ചായത്ത് രാജ് ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഈ പഞ്ചായത്ത് പുരസ്കാർ 2020. ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആപ്സും അതേപോലെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടിയുള്ള ആപ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെയും യൂസ് ചെയ്യുന്നതിനൊക്കെയാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ശരിക്കും. അപ്പം ആ ഒരു അവാർഡ് ഈ വട്ടം ലഭിച്ചേക്കുന്നത് 2020 ഈ വർഷം ലഭിച്ചേക്കുന്നത് ഹിമാചൽ പ്രദേശിന്റെ പഞ്ചായത്ത് രാജ് ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ഒരു വർഷം ലഭിച്ചേക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നരേന്ദ്ര സിംഗ് തോമർ ആണ്. അതേപോലെ നമ്മുടെ ഹിമാചൽ പ്രദേശിന് സമ്മർ ക്യാപിറ്റലും ഉണ്ട്, വിന്റർ ക്യാപിറ്റലും ഉണ്ട്. സമ്മർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷിംലയാണ്, വിന്റർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ധർമ്മശലയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. റീസെന്റ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഓർഗനൈസേഷൻ സേഫ്റ്റി IVS, ഇത് ആക്ച്വലി നമ്മുടെ ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടിയാണ് അവർ ഡെവലപ്പ് ചെയ്തത്. അപ്പം ഒരു സേഫ്റ്റി IVR ഡെവലപ്പ് ചെയ്തായിരുന്നു. ഏത് ഓർഗനൈസേഷൻ ആണ് അത് ചെയ്തേക്കുന്നത്? അത് ചെയ്തേക്കുന്നത് CSIO, സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഓർഗനൈസേഷൻ ആണ് ആ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ COVID-19 പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണലിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു സേഫ്റ്റി IVR ആണ് ഇവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയേക്കുന്നത് പോളികാർബണേറ്റ് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിന്റെ ഹെൽത്ത് മിനിസ്റ്ററിന് റീസെന്റ് യുണൈറ്റഡ് നേഷൻസിന്റെ ഹോണർ കിട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സംഭവം. അപ്പം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെ ഏത് മിനിസ്റ്ററിനാണ് ആ ഒരു ഹോണർ കിട്ടിയത്? നമുക്ക് അറിയാം, നമ്മുടെ സ്റ്റേറ്റിലെ കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ KK ശൈലജയ്ക്കാണ് ഈ ഒരു ഹോണർ ലഭിച്ചത്. ഈ ഒരു ഹോണർ കൊടുത്തത് യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് ഡേന്റെ അന്നാണ് ഇത് കൊടുത്തത്. വേൾഡ് വൈഡ് ഒരുപാട് ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് ആണ് ഈ ഒരു സംഭവത്തിൽ പങ്കെടുത്തത്. ആൻഡ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു സ്പീക്കർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ KK ശൈലജയായിരുന്നു. അപ്പൊ ഈ ഒരു മിനിസ്റ്ററിന്റെ നെയിമും സ്റ്റേറ്റും ആണ് ഇമ്പോർട്ടന്റ്. ഇതായിരിക്കും എക്സാമിൽ ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് റീസെന്റ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി PPE കിറ്റ് ഡെവലപ്പ് ചെയ്തു. PPE കിറ്റ് നമ്മൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരുപാട് PPE കിറ്റ് കേൾക്കുന്നുണ്ട്. COVID-19 വേണ്ടിയാണ് ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീയൂസബിൾ ആണ്. അല്ലാത്ത നമ്മുടെ സാധാരണ PPE കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു PPE കിറ്റ് നമുക്ക് റീയൂസബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റീയൂസബിൾ PPE കിറ്റ് ഡെവലപ്പ് ചെയ്ത് ഏത് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്? അപ്പം ഈ ഒരു PPE കിറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് KG ഡെനിം എന്ന് പറയുന്ന കോയമ്പത്തൂർ ബേസ്ഡ് ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ PPE എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതിന്റെ ഒരു ഫുൾ ഫോം അടുത്ത വരുന്ന എക്സാമിൽ സ്റ്റാറ്റിക് അങ്കിളിൽ ചോദിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. അപ്പൊ PPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നാണ് ഈ ഒരു PPEയുടെ ഫുൾ ഫോം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അപ്പം PPEയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വരുന്ന എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസസ് ഉണ്ട്. അപ്പം PPE കിറ്റ്, ഇനി ഈ ഒരു PPE കിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീയൂസബിൾ ആണ്. അതും റീയൂസബിൾ എന്ന് പറഞ്ഞാൽ 80 ടൈംസ് 80 വട്ടം അത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 80 ടൈംസ് വാഷ് ചെയ്യുമ്പോഴും ഇതിലെ ക്ലോറിൻ റീചാർജ് ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ റീസെന്റ് നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പ് ജീനോം എന്ന് പറയുന്ന കമ്പനി അവരുടെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റാങ്കിംഗ് 2020 റിലീസ് ചെയ്തു. സ്റ്റാർട്ടപ്പ് ജീനോം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റാങ്കിംഗ് 2020 റിലീസ് ചെയ്തു. അപ്പൊ ആ ഒരു റാങ്കിംഗ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഏത് സിറ്റി ആണ് ഏറ്റവും മുമ്പിലുള്ളത്, ഏതാണ് ആ സിറ്റി ആൻഡ് റാങ്ക് എത്രയാണ്? അപ്പം ടോപ്പ് 30 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റാങ്കിംഗ് 2020 അകത്ത് വരുന്ന ഒരേ ഒരു സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബംഗളൂരു ആണ് ഇതിന്റെ അകത്ത് വന്നേക്കുന്നത്. ആക്ച്വലി ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് കറണ്ട് അഫയറിൽ കണ്ടായിരുന്നു.
ദ ന്യൂ നോർമൽ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നിറ്റി ആയോഗ് കൂടി ചേർന്നിട്ടാണ് ആ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ന്യൂ നോർമൽ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ഒരു കണ്ടീഷൻ, നമ്മൾ കുറച്ച് മാസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ അല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ പുതിയ നോർമൽ. അപ്പൊ ഈ ഒരു ന്യൂ നോർമലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഈ ഒരു റാങ്കിങ് ഇറക്കിയേക്കുന്നത്. അപ്പൊ ഈ ഒരു റാങ്കിങ് ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബംഗളൂരു ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സിറ്റി. അത് റാങ്ക് എന്ന് പറയുന്നത്, ഗ്ലോബൽ റാങ്ക് എന്ന് പറയുന്നത് 26th പൊസിഷനാണ് നമ്മുടെ ബാംഗ്ലൂരുടെ റാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഡൽഹി ഉണ്ട്. ഡൽഹി 36th റാങ്കിലാണ് ഡൽഹി ഉള്ളത്. ആൻഡ് അത് കൂടാതെ ഇതിന്റെ കൂടെ തന്നെ 100 എമർജിംഗ് എക്കോസിസ്റ്റം റാങ്കിങ് 2020 എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൂടി ഇറക്കിയായിരുന്നു. 100 എമർജിംഗ് എക്കോസിസ്റ്റം റാങ്കിങ് 2020. അപ്പൊ അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ ആണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സിറ്റി എന്ന് പറയുന്നത് മുംബൈ ആണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക്. റീസെന്റ് നശ മുക്ത് ഭാരത് എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മളുടെ സ്കീം അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനിങ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. ഈ ഒരു ഇതിന്റെ ഒരു ആനുവൽ പ്ലാൻ ആണ് ആക്ച്വലി, ശരിക്കും ആനുവൽ ആക്ഷൻ പ്ലാൻ ആണ് ശരിക്കും ലോഞ്ച് ചെയ്തത്. അപ്പം ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത് ഇന്ത്യയിലെ എത്ര ഡിസ്ട്രിക്ട്സിന് വേണ്ടിയാണ് ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത്? അപ്പൊ നമുക്ക് ആ ടേം കേട്ടാൽ തന്നെ അറിയാം, നശ മുക്ത് ഭാരത്. നശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത് 272 മോസ്റ്റ് എഫക്റ്റഡ് ഡിസ്ട്രിക്ട്സിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്. നമ്മൾ ഇപ്പം ലാസ്റ്റ് കറന്റ് അഫയേഴ്സിൽ കണ്ടായിരുന്നു, ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ജൂൺ 26 ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം, ഈ നശ മുക്ത് ഭാരത് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനിങ് ലോഞ്ച് ചെയ്തത്. അപ്പൊ അത് ലോഞ്ച് ചെയ്തേക്കുന്നത് ഇന്ത്യയിലെ 272 മോസ്റ്റ് എഫക്റ്റഡ് ഡിസ്ട്രിക്ട്സിനെ വേണ്ടിയാണ് ഈ ഒരു സ്കീം നശ മുക്ത് ഭാരത് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നമ്മുടെ വേൾഡ് ബാങ്ക് റീസെന്റ് എത്ര എമൗണ്ട് ആണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ പ്രോജക്റ്റിന് വേണ്ടി അപ്രൂവ് ചെയ്തത്? നമ്മുടെ വേൾഡ് ബാങ്ക് എത്ര ക്രോറാണ് അല്ലെങ്കിൽ എത്ര റുപ്പീസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ പ്രോജക്റ്റിന് വേണ്ടി അപ്രൂവ് ചെയ്തത്? അപ്പൊ അതെന്ന് പറയുന്നത് $500 million ആണ് അപ്രൂവ് ചെയ്തത്. $500 million ഇത് അപ്രൂവ് ചെയ്തത് വേൾഡ് ബാങ്ക് ആണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ 6 സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് അലോട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് ചെയ്യുന്നത് സമഗ്ര ശിക്ഷ അഭിയാന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. സമഗ്ര ശിക്ഷ അഭിയാന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ 6 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശ്, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീസ, രാജസ്ഥാൻ, ഇത്രയും സ്റ്റേറ്റിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ആൻഡ് ഇതിനൊരു ടൈറ്റിൽ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് പ്രോഗ്രാം സ്റ്റാർസ് എന്നൊരു ഷോർട്ടിലാണ് ഈ ഒരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പൊ ഇന്ത്യയിലെ 6 സ്റ്റേറ്റിന് വേണ്ടിയാണ്, നമ്മുടെ കേരളവും 6 സ്റ്റേറ്റിലെ ഒന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ വേൾഡിലെ ഏത് കൺട്രിയാണ് 2023 ഫസ്റ്റ് ടൂറിസ്റ്റ് ഓൺ സ്പേസ് വാക്ക് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്? സോ അത് ചെയ്യാൻ പോകുന്നത് റഷ്യയാണ്. റഷ്യയാണ് 2023 ഫസ്റ്റ് ടൂറിസ്റ്റ് ഓൺ സ്പേസ് വാക്ക് ചെയ്യാൻ പോകുന്നത്. സോ എക്സാമ്പിള് 2023 എന്നുള്ള ഇയറും കൺട്രി ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റഷ്യ ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. റഷ്യ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പേസ് വാക്കിന് ഫസ്റ്റ് ടൂറിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ചെയ്യാൻ പോകുന്നത് 2023 ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ നമ്മൾ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ നമ്മൾ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? സോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് ജൂൺ 29 നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ജൂൺ 29 എന്ന് പറയുന്നത് ആക്ച്വലി പ്രൊഫസർ PC മെഹനലോബിസിന്റെ ബർത്ത് ആനിവേഴ്സറി കൂടിയാണ്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് സ്റ്റാറ്റിക് ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ
പ്രൊഫസർ പി സി മാനുലോവിസ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സിന്റെ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് ദാദാഭായ് നവറോജി ആണെങ്കിലും ഇന്ത്യയുടെ നാഷണൽ ഇൻകം ഒഫീഷ്യലി ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി സി മാനുലോവിസ് ആണ്. ആൻഡ് പി സി മാനുലോവിസ് അത് ചെയ്യുന്നത് 1949 ചെയ്യുന്നത്. ആൻഡ് 1949 ഇത് ചെയ്തതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO ഫോം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ CSO ഒരു പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് CSO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പി സി മാനുലോവിസ് ആണ്. നമ്മുടെ എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, SSCയുടെ എക്സാംസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് CSO. സോ അതെന്ന് പറയുന്നത് പി സി മാനുലോവിസ് ആണ്. ആൻഡ് പി സി മാനുലോവിസിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പി സി മാനുലോവിസ് ആണ്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് പി സി മാനുലോവിസ് ആണ്. പിന്നെ ഇപ്പം പറഞ്ഞത് ഫൗണ്ടർ, പിന്നെ ഇപ്പം പറഞ്ഞ ഈ നമ്മുടെ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് CSO എന്ന് പറയുന്നത് പി സി മാനുലോവിസ് ആണ്. ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI കൊൽക്കത്തയില് അതും പി സി മാനുലോവിസ് ആണ്. സോ ഇതെല്ലാം പി സി മാനുലോവിസിന്റെ ഇമ്പോർട്ടന്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഈ ഒരു കറന്റ് അഫയർ നോക്കിക്കഴിഞ്ഞാൽ ഈ വട്ടത്തെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയുടെ ഒരു തീമായിട്ട് എടുത്തേക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് എടുത്തേക്കുന്നത്. അതിൽ ഗോൾ 3 ഗോൾ 5. നമ്മൾ ഈ ആഴ്ചത്തെ കറന്റ് അഫയർ ഇപ്പം ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ആഴ്ചത്തെ കറന്റ് അഫയേഴ്സിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2 തവണയാണ് ന്യൂസിൽ വന്നേക്കുന്നത്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മൊത്തം 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും അത് മൊത്തം ഡീറ്റെയിൽ അതിന്റെ ഫുൾ ലിസ്റ്റും അതിൽ ഏതൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞായിരുന്നു. സോ ഇനി അപ്കമിങ് നമ്മുടെ എക്സാമിൽ SSC PSC ഒക്കെ ആയാലും അപ്കമിങ് എക്സാംസിൽ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ചുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. ആൻഡ് അതെല്ലാം ഈ കറന്റ് അഫയർ റിലേറ്റഡ് ആയിരിക്കും. സോ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു കറന്റ് അഫയർ നോക്കിക്കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5 കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾ 3 എന്ന് പറയുന്നത് ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ ഗോൾ 5 എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റി കുറിച്ചാണ്. ആൻഡ് ഇതിന് മുമ്പുള്ള ലാസ്റ്റ് ഡേയിലെ കറന്റ് അഫയറിൽ നമ്മൾ കണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4 ആണ് കണ്ടത്. 4 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ചുള്ള റഫ് ഡീറ്റെയിൽസ് മൊത്തത്തിൽ നല്ലപോലെ നോക്കിയിട്ട് പോയി. ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത് 2015 2030 ആയിരുന്നു ഇതിന്റെ ഒരു അച്ചീവ് ചെയ്യാനുള്ള പീരീഡ് എന്ന് പറയുന്നത്. മൊത്തം 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ഉള്ളത്. ലാസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും അതിന്റെ ഒരു ലിസ്റ്റും എല്ലാം അവിടെ കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15th ഫിനാൻസ് കമ്മീഷന്റെ ഒരു വെർച്വൽ മീറ്റിംഗ് റീസെന്റ് നടന്നായിരുന്നു. അപ്പൊ നമുക്ക് ഈ 15th ഫിനാൻഷ്യൽ കമ്മീഷനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ്, ഇമ്പോർട്ടന്റ് ഫാക്ട്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ എത്രാമത്തെ ആണെന്ന് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ചോദിച്ചു. 15th ഫിനാൻസ് കമ്മീഷൻ ആണ് ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിക്കാം. അപ്പൊ NK സിംഗ് ആണ് ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനെ ആരാ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഈ ഒരു ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഫിനാൻസ് കമ്മീഷന്റെ ടേം എത്ര വർഷത്തേക്കാണെന്ന് ചോദിക്കാറുണ്ട്. ടേം എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം ഇത് കൂടാതെ ഏത് ആർട്ടിക്കിളിന്റെ ബേസിലാണ് ഫിനാൻസ് കമ്മീഷനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ 280 അണ്ടറിലാണ് ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ബോഡി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്. ആൻഡ് എന്താ ഫിനാൻസ് കമ്മീഷന്റെ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റിന് എങ്ങനെ അലോട്ട് ചെയ്യണം, എത്ര വെച്ച് അലോട്ട് ചെയ്യണം എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കൊടുക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ് ആ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഒരു ഫാക്ട്സ് ആണ് ഇതെല്ലാം. അപ്പം കറന്റ് അഫയേഴ്സിൽ ഈ ഒരു ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് എക്സാംസിൽ വരാൻ നല്ല ചാൻസസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീസെന്റ് നമ്മുടെ ഒരു ഇന്ത്യയിൽ 2 days ഡിഫൻസ് കോൺക്ലേവ് നടന്നു. 2020 ഡിഫൻസ് കോൺക്ലേവ് 2020. അപ്പം അത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ വെച്ചാണ് നടന്നത്? ഡിഫൻസ് കോൺക്ലേവ് 2020. അപ്പൊ ഈ ഒരു സംഭവം നടന്നത് ഗുജറാത്തിൽ വെച്ചാണ് നടന്നത്. ഡിഫൻസ് കോൺക്ലേവ് 2 days ഡിഫൻസ് കോൺക്ലേവ് 2020 നടന്നത് ഗുജറാത്തിൽ വെച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഇന്ത്യസ് ഫസ്റ്റ് എവർ ലാർജസ്റ്റ് വെർച്വൽ ഹെൽത്ത് കെയർ ആൻഡ് ഹൈജീൻ എക്സ്പോ 2020. ഈ ഒരു സംഭവം ഓർഗനൈസ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ്? ഇന്ത്യസ് ഫസ്റ്റ് എവർ ലാർജസ്റ്റ് വെർച്വൽ ഹെൽത്ത് കെയർ ആൻഡ് ഹൈജീൻ എക്സ്പോ 2020 ഇത് ഓർഗനൈസ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ്? അപ്പൊ ഇതിപ്പോ റീസെന്റ് നടന്നു. ഇത് ഓർഗനൈസ് ചെയ്ത ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് FICCI ആണ് ഇത് ഓർഗനൈസ് ചെയ്തത്. FICCI എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നാണ്.
ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് FICCI. അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സ്പോ, ഈ ഒരു വെർച്വൽ ഹെൽത്ത് കെയർ ആൻഡ് ഹൈജീൻ എക്സ്പോ ഈ വട്ടം ഓർഗനൈസ് ചെയ്ത് 2020 ഓർഗനൈസ് ചെയ്തത് FICCI ആണ്. സോ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ യങ്സ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2020. ദ യങ്സ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2020. ആ ഒരു റാങ്കിങ് അനുസരിച്ച് വേൾഡിലെ ഏത് യൂണിവേഴ്സിറ്റിയാണ് റാങ്ക് 1 ഇന്ത്യയിൽ നിന്നുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, അതിന്റെ റാങ്ക് എത്രയാണ്? അപ്പം ദ യങ്സ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2020 ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പം ഇതിന്റെ റാങ്കിങ് അനുസരിച്ച് വേൾഡില് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഹോങ്കോങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഹോങ്കോങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏറ്റവും ആദ്യമേ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIT റോപ്പർ ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ആൻഡ് അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് IIT ഇൻഡോറും ഉണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 62 ആണ് റാങ്ക് എന്ന് പറയുന്നത്. IIT റോപ്പറിന്റെ റാങ്ക് എന്ന് പറയുന്നത് 62 ആണ്. IIT ഇൻഡോർ റാങ്ക് എന്ന് പറഞ്ഞാൽ 64. അപ്പം എക്സാമ്പിൾ IIT റോപ്പർ ഏത് സ്റ്റേറ്റ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം IIT റോപ്പർ എന്ന് പറയുന്നത് പഞ്ചാബ് ആണ്. ആൻഡ് ഇൻഡോർ നമുക്ക് എല്ലാവർക്കും അറിയാം മധ്യപ്രദേശ് ആണ്. അപ്പൊ IIT റോപ്പർ പഞ്ചാബിലാണ്. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഇന്ത്യയിലെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ റാങ്കിങ്ങും അത് എവിടെയാണെന്നുള്ളത്, എത്രാമത്തെ റാങ്കിന്റെ ഇടയ്ക്കാണെന്നുള്ളതിനുള്ള ഡീറ്റെയിൽസ് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രയും ഇമ്പോർട്ടന്റ് അല്ല, ചോദിക്കത്തില്ല. അത് ആർക്കെങ്കിലും ആ റാങ്കിങ് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ റാങ്കിങ്സ് നോക്കാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ വേൾഡ് ബാങ്ക് റീസെന്റ് ഒരു $500 മില്യൺ ഒരു കൺട്രിക്ക് ഇപ്പം അപ്രൂവ് ഗ്രാന്റ് ചെയ്തു. അത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രിയിലെ ക്രോസ് കൺട്രി റോഡ് പ്രൊജക്ടിന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. $500 മില്യൺ ആണ് വേൾഡ് ബാങ്ക് ഗ്രാന്റ് ചെയ്തേക്കുന്നത് ആ കൺട്രിയിലെ ക്രോസ് കൺട്രി റോഡ് പ്രൊജക്ട്സിന് വേണ്ടി. അപ്പൊ അത് ഏത് കൺട്രിക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്? അപ്പം ഇത് ചെയ്തേക്കുന്നത് ബംഗ്ലാദേശിന് വേണ്ടിയാണ്. ആൻഡ് എന്തുകൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഇത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്രോസ് കൺട്രി റോഡ് പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രിയിലെ റോഡ്സിനെ നമ്മുടെ ആ കൺട്രിയുടെ ക്യാപിറ്റൽ ആയിട്ട് കണക്ട് ചെയ്യും. അത് കൂടെ തന്നെ ക്യാപിറ്റലിനെ നമ്മളുടെ ഇന്ത്യയും ഭൂട്ടാൻ പോലുള്ള വെസ്റ്റേൺ എക്കണോമിക് കോറിഡോർ കൺട്രീസ് ആയിട്ട് കണക്ട് ആണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോജക്ട് വഴി ആ റോഡ് കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും ഇത് ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സിൽ. സോ വേൾഡ് ബാങ്ക് ആണ് ഇത് ഒരു സംഭവം ഗ്രാന്റ് ചെയ്തേക്കുന്നത്. $500 മില്യൺ ആണ് ചെയ്തേക്കുന്നത്. ബംഗ്ലാദേശിന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. വേൾഡ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് US-ലാണ്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു തന്ന വീഡിയോസിൽ. അതുകൂടാതെ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഢാക്കയാണ്. കറൻസി എന്ന് പറയുന്നത് ബംഗ്ലാദേശി ടാക്കയാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് അബ്ദുൽ ഹമീദും പ്രൈം മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം ഷെയ്ഖ് ഹസീനയാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് കറണ്ട് അഫയർ ഇന്നത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ ലൈക്കൻ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് വരാൻ പോകുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ലൈക്കൻ പാർക്ക് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് വരാൻ പോകുന്നത്? സോ അത് വരാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈക്കൻ പാർക്ക് വരാൻ പോകുന്നത്. അപ്പം എന്താണ് ഈ ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗസ് എന്നാണ് അതിനെ ആക്ച്വലി പറയുന്നത്. ശരിക്കും ഫംഗസ് മാത്രമല്ല, അത് ഫംഗസ് അതെന്ന് പറഞ്ഞ ഒരു ഫംഗസും ആൽഗി അല്ലെങ്കിൽ ഫംഗസും സൈനോബാക്ടീരിയയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഒരു സ്പീഷീസ് ആണ്, ഫംഗൽ സ്പീഷീസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ കൂടിയാണ്. എക്സാമിൽ ഈ 2 ക്വസ്റ്റിനും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ കോമ്പിനേഷൻ ആണെന്ന്. ലൈക്കൻ എന്ന് പറയുന്നത് ഫംഗി പ്ലസ് ആൽഗയുടെ കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ ഫംഗി പ്ലസ് സൈനോബാക്ടീരിയയുടെ കോമ്പിനേഷൻ ആണ്. ആൻഡ് ഇത് എന്താ സംഭവം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. ഈ ഒരു സംഭവം പൊല്യൂഷൻ ഉള്ള ഏരിയാസിൽ, എയർ പൊല്യൂഷൻ ഉള്ള ഏരിയാസിൽ ഇത് ഗ്രോ ചെയ്യത്തില്ല. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അവിടെ എയർ പൊല്യൂഷൻ കുറവാണ്, എസ്പെഷ്യലി പറയുവാണെങ്കിൽ സൾഫർ ഡയോക്സൈഡിന്റെ കണ്ടന്റ് എയർ പൊല്യൂഷനിൽ കുറവാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇത്രയാണുള്ളത്. നമുക്ക് ഇനിയിപ്പം ലാസ്റ്റ് ഡേയിലെ കുറച്ച് ക്വിസ് കൂടി നമുക്ക് പെട്ടെന്ന് ഓടിച്ചൊന്ന് നോക്കാം. നമ്മൾ ജൂൺ 27 ക്വിസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ചെയർഡ് ദ എംപവേർഡ് കമ്മിറ്റി വിച്ച് ഫോർമുലേറ്റഡ് ദ ബിഹേവിയർ ചേഞ്ച് ക്യാമ്പയിനിങ് നാവിഗേറ്റിംഗ് ദ ന്യൂ നോർമൽ? ഇപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സ് സംസാരിച്ചതാണ് ഇത്. ലോഞ്ച്ഡ് ബൈ നീതി ആയോഗ്.
അപ്പം ആരാണ് ഈ ഒരു സംഭവം ചെയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മൾ അന്ന് സംസാരിച്ചായിരുന്നു, നമ്മുടെ നിതി ആയോഗിന്റെ CEO അമിതാഭ് കാന്ത് ആണ് ഈ ഒരു സംഭവം ഹെഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how much was granted by the central government as emergency fund to armed forces for war preparedness? ഇപ്പം ആംഡ് ഫോഴ്സസിന് ട്രൈ സർവീസിന് ഒരു എമൗണ്ട് അലോട്ട് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു സെൻട്രൽ ഗവൺമെന്റ്. ഈ ഒരു ചൈനയായിട്ടുള്ള ഇഷ്യൂ കാരണമുള്ള ഒരു വാർ പ്രിപ്പയർനെസിന് വേണ്ടി വെപ്പൺസും ആംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു എമൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 500 crores ആണ് ആ എമൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, Central government has allotted 4125 crore to which state for rejuvenate the small, medium and tiny industry sectors? അപ്പം ഈ ഒരു എമൗണ്ട് സെൻട്രൽ ഗവൺമെന്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് തമിഴ്നാടുവിന് വേണ്ടിയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Tilleri forest area which was declared as conservative reserve is located in which state? അപ്പം നമ്മൾ ലാസ്റ്റ് ഇതിനെ കുറിച്ചും സംസാരിച്ചായിരുന്നു. ഇത് ടിലേരി ഫോറസ്റ്റ് ഏരിയനെ കൺസർവേറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചായിരുന്നു. സോ ഇത് ചെയ്തേക്കുന്നത്, ഇത് ടിലേരി ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതുകൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലെ ഈ ഒരു കൺസർവേറ്റീവ് ഏരിയാസ് എന്ന് പറയുന്നത് 13 ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് ഫസ്റ്റ് യോഗ യൂണിവേഴ്സിറ്റി ഔട്ട്സൈഡ് ഇന്ത്യ, വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി വാസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സിറ്റി? അപ്പം വേൾഡിൽ ആദ്യമായിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു യോഗ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ലാസ്റ്റ് കറണ്ട് അഫയറിൽ പറഞ്ഞിരുന്നു. വായു എന്നാണ് ഇതിന്റെ ഒരു ഷോർട്ട് എന്ന് പറയുന്നത്. വായു യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിന്റെ ഒരു ഷോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്നേക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാസ് എഗ്രീഡ് ടു ജോയിൻ യുണൈറ്റഡ് നേഷൻസ് ആംസ് ട്രീറ്റി റീസെന്റ്? അപ്പം ലാസ്റ്റ് ഡേ നമ്മൾ നോക്കിയാൽ ചൈനയാണ് ഇപ്പം റീസെന്റ് യുണൈറ്റഡ് നേഷൻസ് ആം ട്രീറ്റിയിൽ ജോയിൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ഇന്ത്യസ് പെർ ക്യാപിറ്റൽ ഇൻകം ഡ്യൂറിംഗ് ഫിനാൻഷ്യൽ ഇയർ 2021 ആസ് പെർ SBI റിപ്പോർട്ട്? അപ്പം SBIയുടെ റിപ്പോർട്ട് റീസെന്റ് വന്നായിരുന്നു. അതിൽ പെർ ക്യാപിറ്റൽ ഇൻകം 1.52 ലാഖിൽ നിന്ന് ഈ വർഷം ഫിനാൻഷ്യൽ ഇയർ 21 ആകുമ്പം 1.43 lakhs ആയിട്ട് കുറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ റിപ്പോർട്ട് കൊണ്ടുവന്നത് SBI ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ് SBI എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെ സഞ്ജിത ചാനു ഹു ഈസ് ഇൻ ന്യൂസ് റീസെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്സ്? ഇപ്പൊ കെ സഞ്ജിത ചാനു ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്? സോ വെയിറ്റ് ലിഫ്റ്റിംഗുമായിട്ടാണ് കെ സഞ്ജിത ചാനു റിലേറ്റഡ്. കെ സഞ്ജിത ചാനുയുടെ മേളിൽ ഡോപ്പിംഗ് ചാർജസ് ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ. അപ്പം അത് 2018 ആ ഒരു ചാർജസ് വന്നത്. അത് റിമൂവ് ആയത് ഇപ്പം 2020 2018 സഞ്ജിത ചാനുവിനെ അർജുന അവാർഡിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തായിരുന്നു. അപ്പം അന്ന് ഈ ഒരു ഡോപ്പിംഗ് ചാർജസ് വന്നതിന് ശേഷം ആ ഒരു അവാർഡ് ഹോൾഡിലായിരുന്നു. അപ്പം ആ ഒരു അവാർഡ് ഇപ്പം 2020 കെ സഞ്ജിത ചാനുവിന് ലഭിക്കാൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ടേം ഓഫ് മണി parked by its citizen and enterprises with Swiss Bank at the end of the year 2019? അപ്പം ആ ഒരു എമൗണ്ടിന്റെ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 77 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി is going to host FIFA 2023 വുമൻസ് വേൾഡ് കപ്പ് ടൂർണമെന്റ്? വുമൻസ് വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്. സോ ഇത് 2023 നടക്കാൻ പോകുന്നത് വുമൻസ് വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്. ഇത് ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും കൂടി ചേർന്നാണ് ഈ ഒരു സംഭവം ഹോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ബിക്കംസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ USD 1,50,000 ചെസ്സബിൾ മാസ്റ്റേഴ്സ് ടൂർണമെന്റ്? അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്റർ P. ഹരികൃഷ്ണ ആണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ ഒരാൾ വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇന്ന് ലാസ്റ്റ് ഡേയിലെ കറണ്ട് അഫയേഴ്സും അതിനു മുമ്പുള്ള ഡേയിലെ ക്യൂസും എന്ന് പറയുന്നത്. അപ്പം ആ വീഡിയോസ് കാണാത്ത, അതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ആ വീഡിയോസ് കാണാവുന്നതാണ്. അത് കൂടാതെ നമ്മളിപ്പം ആപ്റ്റിറ്റ്യൂഡിന്റെ ഒക്കെ ഷോർട്ട് കട്ട് ട്രിക്സിന്റെ വീഡിയോസും ക്ലാസ്സസും നമ്മൾ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അതും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് അവിടുന്ന് അത് കാണാവുന്നതാണ്. അതിന്റെ ഇനി വരുന്ന വീഡിയോസ് അതിന്റെ ഒരു പ്രോപ്പർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ദാറ്റ് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ പോലും മിസ്സാകാതിരിക്കാൻ. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട്. അപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.